നേരത്തെ പറഞ്ഞില്ലേ, നമ്മളുടെ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആളുകൾ പറഞ്ഞില്ലേ. എന്നാ ഇമാം അസ്ഖലാനിയുടെ സ്വന്തം കിതാബാണിത്. സഹീഹുൽ ബുഖാരിക്ക് ലോകപ്രശസ്തമായ വ്യാഖ്യാനം എഴുതിയ ഇമാം അസ്ഖലാനി റളിയല്ലാഹു അൻഹു. ഇത് മുഴുവനുമൊന്നും ഇവിടെ പറയാൻ കഴിയില്ല. ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം ഇതിൽ നിന്നൊന്ന് രണ്ടെണ്ണം മാത്രം നിങ്ങൾക്ക് കേൾപ്പിക്കട്ടെ സഹോദരന്മാരെ. മഹാനായ ഇമാം അസ്ഖലാനി റസൂലുള്ളാഹിനെ വിളിച്ച് പറയുന്നത് കണ്ടോ, نبي الله يا خير البرايا بجاهك أتقي فصل القضاء. അള്ളാന്റെ നബിയായവരെ, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഖൈറായവരെ, ബിജാഹിക അത്തഖി ഫസ്ലൽ ഖളാഇ, പടച്ചവന്റെ കോടതിയിലുള്ള വിഷമങ്ങൾ തങ്ങളെ ജാഹ് കൊണ്ട് ഞാൻ കാക്കുന്നു നബിയെ. വഅർജു യാ കരീമൽ അഫ്വി അമ്മാ ജന്നതുഹു യദായ യാ റബ്ബൽ ഹിബാഇ. ഹിബായകാരനായ നബിയെ, എന്റെ പാപങ്ങൾ എത്ര തെറ്റി ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുന്ന നബിയെ, തങ്ങളെ കൽപ്പനക്കെതിരെ ഞാൻ ചെയ്തത് കൊണ്ട് എനിക്ക് അല്ലാഹുവോട് റെക്കമെൻഡ് ചെയ്യൂലാന്ന് തങ്ങൾ പറയരുതേ നബിയെ. തങ്ങൾ വല്ലാത്ത കരീമായ, വല്ലാത്ത ബഹുമാനിയായ നബിയല്ലേ, ഔദാര്യമുള്ള നബിയല്ലേ. തങ്ങളെ കൽപ്പനക്കെതിരെ ഞാൻ ചെയ്തു പോയതിന്റെ പേരിൽ തങ്ങൾ എന്നെ തട്ടിക്കളയരുതേ നബിയേ. തങ്ങൾ അല്ലാഹുവോട് എന്റെ കാര്യം പറയണേ നബിയേ. സുബ്ഹാനല്ലാഹ്. അതേ ഇമാം അസ്ഖലാനി തങ്ങൾ പിന്നെയും പറയുന്നത് കണ്ടോ, ഹുവൽ കരീമുല്ലദീ മറദ്ദ സൈലഹു മാശക്ക ശഖ്സാനി ഫീ ഹദാ വലഖ്തലഫാ. ആ റസൂലുള്ളാഹ് വല്ലാത്ത മാന്യനാണ്. റസൂലുള്ളാഹിനോട് ചോദിച്ചവരെ റസൂലുള്ളാഹ് തള്ളൂല. മുസ്ലിം സമുദായത്തിലുള്ള രണ്ടാളിക്കാര്യത്തിൽ സംശയിക്കൂല. മുസ്ലിം സമുദായത്തിലുള്ള രണ്ടാളിക്കാര്യത്തിൽ തർക്കിക്കൂല. ഒരു മുസ്ലിമിനും അക്കാര്യത്തിൽ തർക്കമില്ല. റസൂലുള്ളാഹിനോട് ചോദിച്ചാൽ റസൂലുള്ളാഹ് തട്ടൂല. സഹീഹുൽ ബുഖാരിക്ക് ലോകപ്രസിദ്ധ വ്യാഖ്യാനം എഴുതിയ ഇബ്നു ഹജർ അസ്ഖലാനി സ്വന്തം കിതാബിൽ എഴുതുകയാണ്. ഇനിയും കേട്ടോ, യാ സയ്യിദി യാ റസൂലല്ലാഹി ഖദ് ശറഫത് ഖസായിദി ബിമദീഹിൻ ഫീക ഖദ് റുസിഫാ മറഹ്തുകൽ യൗമ അർജുൽ ഫളല മിൻക ഗദാ മിനശ്ശഫാഅതി ഫൽഹദ്നി ബിഹാ തറഫാ ബിബാബി ജൂദിക അബ്ദുൻ മുദ്നിബുൻ കലിഫു യാ അഹ്സനൻ നാസി വജ്ഹൻ മുശ്രികൻ വഖഫാ تبسل يرجو العفو عن زللي من خوفه جفنه الحميل قد ذرفا. തങ്ങളെ വാതിൽക്കൽ വന്ന് നിന്നിട്ടിതാ തങ്ങളെ കൊണ്ട് ഞാൻ ഇടയാളനാക്കുന്നു നബിയെ. എന്റെ കണ്ണിനിതാ വെള്ളം വരുന്നു നബിയെ. വിട്ടുവീഴ്ച തേടുന്നു നബിയെ, പ്രതീക്ഷിക്കുന്നു നബിയെ. അർജുൽ ഫളല മിൻക ഗദാ, ഓ നബിയെ തങ്ങളെ ഔദാര്യം പ്രതീക്ഷിക്കുന്നു നബിയെ. മിനശ്ശഫാഅതി ഫൽഹദ്നി ബിഹാ തറഫാ, തങ്ങളെ ശഫാഅത്ത് കൊണ്ടുള്ള ഫദ്ല്, തങ്ങളെ ഔദാര്യം പ്രതീക്ഷിക്കുന്നു നബിയെ. ഞാൻ സ്ക്രീനിൽ വെച്ച് കേൾപ്പിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഇവിടെ വന്നിട്ട് പാടിയല്ലേ, അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ظني യാ ബശീറു യാ നദീറു യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും. നാദാപുരം ജുമാഅത്ത് പള്ളിയിൽ നിന്ന് ഖുതുബി തങ്ങൾ ദുആ ചെയ്തിട്ട് ഞങ്ങൾക്ക് ശറഫൽ അനാം തുടങ്ങി തന്നു.
ഉസ്താദ് ദുആ ചെയ്തിട്ട് ഞങ്ങൾക്ക് സർറഫല്ലനാമ തുടങ്ങി തന്നു, ഈക്കെ ഉസ്താദ് തുടങ്ങി തന്നു, കന്യത്ത് ഉസ്താദ് തുടങ്ങി തന്നു, ബാഫക്ക് തങ്ങൾ തുടങ്ങി തന്നു, പാണക്കാട് തങ്ങൾ തുടങ്ങി തന്നു, ഉള്ളാളം തങ്ങളും ഒക്കെ ഉസ്താദും കാന്തപുരം ഉസ്താദും ഒക്കെ ഞങ്ങൾക്ക് തുടങ്ങി തന്നു. ആ സർറഫല്ലനാമിലെ അബ്ദുക്കൽ മിസ്കീനു യർജു എന്ന പദ്യം ചൊല്ലുന്നത് കൊണ്ട് ഈ ആലിമീങ്ങളൊക്കെ കാഫറാണ്, മുശ്രിക്കാണെന്ന് നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു അല്ലേ? എന്നാ നിങ്ങളെ മുശ്രിക്കീങ്ങളെ പട്ടികയിൽ എണ്ണൂ മൗലവിമാരെ. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനെ എണ്ണൂ. പറഞ്ഞ വാചകം കണ്ടോ നിങ്ങൾ? മദഹ്തുകൽ യൗമ അർജുൽ ഫളില മിൻക ഗദാ. തങ്ങളെ ഫളിലും പ്രതീക്ഷിച്ച് ഞാനിതാ തങ്ങളെ മദ്ഹ് ചെയ്യുന്നു നബിയെ. മിനശ്ശഫാഅതി ഫൽഹദ്നി ബിഹാ തറഫാ. തങ്ങളെ സഫായത്ത് എനിക്ക് കിട്ടണം നബിയെ. തങ്ങളോട് പറയുന്നു വിട്ടുവീഴ്ചയുള്ള നബിയല്ലേ, തങ്ങൾ എന്നെ അട്ടിപ്പുറത്താക്കരുതേ നബിയെ. പിന്നെയും കേട്ടോ, ലഹു വസ്അൽ ബിഹി തൽമുനാ വതഈശു മഹ്മാ ഇസ്തഫീഹ സഫീ സഈദാ. നീ റസൂലുള്ളാഹിനെ കരുതിക്കോ, റസൂലുള്ളാഹിനെ കൊണ്ട് ചോദിച്ചോ, നീ ആഗ്രഹിക്കുന്നത് കിട്ടും മോനെ, നിനക്ക് നല്ല നിലക്ക് ദുനിയാവിലും ആഖിറത്തിലും ജീവിക്കാം മോനെ. പിന്നെയും ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നത് കേട്ടോ, ഫിൽ ഉസാത്തി ഫഇന്നഹു ഫിൽ മുഖദ്ദമു ലാ യഖാഫു റുദൂദാ. വിശദീകരിച്ചിട്ട് അവസാനം പാടുകയാണ്, ഹാദി യാ സയ്യിദർ റസൂലില്ലദീ ഫഖൽ വറാ ബസൻ സബാ കുല്ലൽ വജൂദി വജൂദാ. ഹാദി വറാഅതു മുദ്നിബിൻ മുതമസ്സികി ബിവരായികും മിൻ യൗമ കാന വലീദാ. മുർസലീങ്ങളെ നേതാവായ നബിയെ, ലോകത്തുള്ള എല്ലാവരെക്കാളും ഉയർന്ന നബിയെ, പാപം ചെയ്തു പോയ പാവപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനിയുടെ താഴ്മയോടെയുള്ള പ്രതീക്ഷയോടുകൂടെയുള്ള വിളിയാണ് നബിയെ. കുട്ടിക്കാലം മുതലേ പ്രതീക്ഷ തങ്ങൾ മുഖേന അല്ലാഹു രക്ഷപ്പെടുത്തു എന്നാണ് നബിയെ. യർജൂ ബികൽ മഹിയസ് സഈദ വബഅസുഹു ബദൽ മമാതി ഇലൻ നഈമി ഷഹീദാ. എനിക്ക് ദുനിയാവും ആഖിറവും വിജയം തങ്ങൾ മുഖേനയാണ് നബിയെ. അതും പ്രതീക്ഷിച്ച് നീങ്ങുകയാണ് നബിയെ. ഓ സഹോദരന്മാരെ, എന്താണ് സുബ്ഹാനല്ലാഹ് മൂപ്പര് ചോദിക്കുന്നത്? ഹഖ് എന്നുണ്ടോ, ജാഹ് എന്നുണ്ടോ? കേട്ടോ മൗലവി, ഫഉഖ്സിമു ഐമാനം ബിഹഖി മുഹമ്മദി. കേട്ടോ. പിന്നെയും അതാ ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ലഖദ് ഔഹസത്നി മിൻഹു തിൽക സമാഇലു. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് എത്രയാ പാടിയത്, എത്രയാ ചോദിച്ചത്, എത്രയാ തവസ്സുലാക്കിയത്. എന്നിട്ട് സഹോദരന്മാരെ, ആ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് എത്രയാ പാടിയത്. ഈ കിതാബും കയ്യിൽ പിടിച്ച് മഞ്ചേശ്വരത്തിൽ നിന്ന് ഓ സലഫീദികളെ നേതാക്കന്മാരോട് ഞാൻ ഇങ്ങനെ ഇബ്നു ഹജർ അസ്ഖലാനി ചൊല്ലിയതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇബ്നു ഹജർ അസ്ഖലാനി മുശ്രിക്കാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ മധ്യസ്ഥന്മാരെ കിതാബ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറായില്ലല്ലോ. ഏത് കിതാബിലാ പറഞ്ഞത് നോക്കാതെ പറയാൻ കഴിയില്ല. എന്നാ ഇതൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ പോരായിനോ ശിർക്കോ അല്ലേ എന്നുള്ളത്? നിങ്ങൾ ശിർക്കാണെന്ന് പറയുമ്പോൾ കിതാബ് നോക്കിയിട്ടില്ല എന്ന് നിങ്ങൾ ഇപ്പൊ സമ്മതിക്കുന്നു ഞങ്ങളെ മുന്നിൽ. നിങ്ങൾ ഈ ലോക മുസ്ലിമീങ്ങളെ മുഴുവനും ശിർക്ക് ചെയ്തവരായി ചിത്രീകരിക്കുമ്പോ കിതാബുകൾ നോക്കാതെ ആര് പറഞ്ഞു നിങ്ങളോട് ഇങ്ങനെ ഒരു ഫത്വ കൊടുക്കാൻ? മുസ്ലിം ലോകം മുഴുക്ക ശിർക്ക് ചെയ്തവരാണ് എന്ന് പറയാൻ നിങ്ങളോട് ആര് പറഞ്ഞു? ഇബ്നു ഹജർ അസ്ഖലാനിയുടെ സ്വന്തം കിതാബിന്റെ കയ്യിലുണ്ട്. ഇല്ലെന്ന് നിങ്ങൾ നിഷേധിച്ചാൽ ഞാൻ ഇവിടെ മധ്യസ്ഥന്മാരെ മുന്നിൽ വെച്ച് പരിശോധിക്കാൻ വേണ്ടി തരൂ. നിങ്ങൾ നിഷേധിക്കൂ ഇത്. ഇബ്നു ഹജർ നിങ്ങൾ കിതാബ് ഓതിയിട്ടില്ല, ഇവിടെ വന്ന് സമ്മതിച്ചിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട കാര്യമല്ലേ? എന്തിനാണ് ഈ മുസ്ലിം സമുദായത്തെ വഞ്ചിക്കാൻ നടക്കുന്നത്? എന്തിനാണ് ഈ കബളിപ്പിക്കാൻ നടക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? കിതാബും കയ്യിൽ പിടിച്ചാ പറയുന്നത് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയത് നിഷേധിക്കാമോ?